കാമദേവനെ പൂജിക്കാൻ പ്രത്യേകം പൂക്കളുണ്ട്. അപ്പോൾ ഈ പൂക്കളൊക്കെ ഉപയോഗിച്ചിട്ട് ഈ 9 ദിവസവും കാമദേവ പൂജ നടത്തും. എന്നിട്ട് ഈ പൂരത്തിൻ്റെ അന്ന് തറയിൽ കാമദേവൻ്റെ രൂപം നമ്മൾ ഉണ്ടാക്കും. എന്നിട്ട് പൂരത്തിൻ്റെ അന്ന് വൈകുന്നേരം കാമനെ പറഞ്ഞയക്കണൊരു ചടങ്ങുണ്ട്. ശുക്രനും നമ്മുടെ അനുഷ്ഠാനങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണ്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് കേട്ടോ ശുക്രൻ. രണ്ടും നമുക്ക് മനസ്സിലാവണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ശുക്രൻ ആരാണെന്നുള്ളതാണ്, ശുക്രൻ്റെ ക്യാരക്ടർ എന്താണെന്നുള്ളതാണ്. നമുക്കറിയാം അസുരഗുരുവാണ് ശുക്രാചാര്യർ അല്ലേ. അതിനേക്കാളൊക്കെ മുകളിലായിട്ട് ശുക്രൻ കലകളുടെയും അതുപോലെ ഒരു ഗുരുസ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അറിവില്ലാത്ത ആളെ ഗുരുവാക്കില്ല അല്ലേ. അപ്പോൾ കലകളുടേത് മാത്രമല്ല അറിവിൻ്റെയും പാണ്ഡിത്യത്തിലും അദ്ദേഹം അതിപ്രഗത്ഭൻ തന്നെ, അതിനെ വെല്ലാൻ ആളില്ല എന്നുള്ളതാണ്. അപ്പോൾ കലകളായാലും സാഹിത്യമായാലും കായികമായാലും അറിവിൻ്റെ മേഖലയിലും എല്ലാം ഒന്നാമത്തെ സ്ഥാനത്ത് നിൽക്കുന്നയാളാണ് ശുക്രൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജ്യോതിശാസ്ത്രത്തിലും ഇതിനെയെല്ലാം പ്രതിനിധീകരിക്കുന്നത് ശുക്രനാണ്. അറിവിന് നമ്മൾ ബുധനെയും ഗുരുവിനെയും ഒക്കെ കൂട്ടുപിടിക്കും അറിവിന് വേണ്ടിയിട്ട്. അതേസമയം ഈ ശുക്രൻ നൽകുന്ന അറിവും ഗുരു നൽകുന്ന അറിവും തമ്മിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള അറിവുകളാണ്. ശുക്രൻ എല്ലാ കലകളുടെയും നൃത്തമായാലും സംഗീതമായാലും മറ്റ് ചിത്രരചനയായാലും ഇതിൻ്റെ എല്ലാം ആളാണ് ശുക്രാചാര്യർ എന്ന് പറയുന്നത്. ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എല്ലാ മറ്റ് ഗ്രഹങ്ങൾക്കുള്ളതുപോലെ തന്നെ സ്വക്ഷേത്രമായാലും മൂലത്രികോണമായാലും ഉച്ചം ഇതെല്ലാം ഈ ശുക്രനും ഉണ്ട്. ശുക്രൻ്റെ സ്വക്ഷേത്രം എന്ന് പറയുന്നത് വൃഷഭരാശിയും തുലാരാശിയും ആണ് സ്വക്ഷേത്രങ്ങൾ, 2 രാശികൾ. ഉച്ചരാശി മീനരാശിയാണ്. അപ്പോൾ തീർച്ചയായും ബാക്കി നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നത് വെച്ച് നോക്കുമ്പോഴത്തേക്കും ശുക്രൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മീനരാശിയിലേക്ക് സൂര്യൻ പ്രവേശിക്കുന്ന കാലത്താണ് ഈ പറഞ്ഞ പ്രത്യേകത എന്തെങ്കിലും ഉണ്ടാവേണ്ടത്. അതങ്ങനെ തന്നെയാണ്. മീനമാസത്തിൽ പൂരോത്സവമുണ്ട്. അത് തെക്കൻ കേരളത്തിലേക്കല്ല അധികം കണ്ടിരിക്കുന്നത്, വടക്ക് ഭാഗത്തേക്കാണ്. വടക്കൻ കേരളത്തിലേക്കാണ്, കോഴിക്കോടിനപ്പുറത്തേക്കുള്ള വടക്കൻ കേരളത്തിലാണ് ഈ പൂരോത്സവം നമ്മൾ കാണുന്നത്. അത് 2 വിഭാഗക്കാർക്കുമുണ്ട് ഈ ആഘോഷം. സ്ത്രീജനങ്ങൾക്കുമുണ്ട്, പുരുഷന്മാർക്കുമുണ്ട്. സ്ത്രീജനങ്ങളെ അവരെ ഒരു സൗമ്യഭാവത്തിലായിട്ട് അത് അവരിലേക്കാണ് കൂടുതൽ കലാപരമായിട്ടുള്ള ഒരു അലങ്കാരത്തിൻ്റെതും ഒക്കെ ആയിട്ടുള്ള ഒരു ഭാഗം സ്ത്രീകളിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ പൂരോത്സവം എങ്ങനെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ മീനമാസത്തിലെ കാർത്തിക മുതൽക്ക് പൂരം വരെയുള്ള ദിവസങ്ങളാണ് ഈ പൂരോത്സവത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ നവരാത്രിയുടെയൊക്കെ 9 ദിവസം എന്ന് പറഞ്ഞ നവരാത്രി 9 ദിവസം ആഘോഷിക്കുന്നത് പോലെ അല്ലെങ്കിൽ അനുഷ്ഠാനം നടത്തുന്നത് പോലെ ഈ പൂരവും അങ്ങനെ തന്നെയാണ്. 9 ദിവസത്തെ ഒരു ഉത്സവമാണ്, പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്കും പെൺകുട്ടികൾക്കും. അത് ഈ കാമദേവനെയാണ് പൂജിക്കുന്നത്. ശുക്രൻ മദനവികാരത്തിൻ്റെ ആൾ കൂടിയാണ്. അപ്പോൾ കാമദേവ പൂജയാണ് നടത്തുന്നത് ഈ പൂരോത്സവത്തിന്. ഈ കാർത്തിക മുതൽ 9 ദിവസവും ഈ നവരാത്രിയുടെ ഇത് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ വ്രതത്തോട് കൂടിയിട്ട്. വ്രതം എന്ന് പറഞ്ഞാൽ പരിപൂർണ വ്രതമല്ല, സസ്യാഹാരം മാത്രം ഭക്ഷിക്കുക. പൂരം തുടങ്ങുന്നതിൻ്റെ അല്ലെങ്കിൽ പൂരോത്സവം തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് പഴയ കാലഘട്ടത്തിലൊക്കെ വള വിൽക്കണ ചോച്ചിമാരുണ്ട്. വലിയ ചോച്ചി എന്ന് പറയുമ്പോഴത്തേക്കും ചേച്ചി എന്നല്ല ഉദ്ദേശിക്കണം. അവരെ എന്തുകൊണ്ടോ അവരെ അങ്ങനെയാണ് വിളിക്കുന്നത്. ഞങ്ങൾക്കൊക്കെ ചോച്ചി എന്ന് പറഞ്ഞ ഒരു ആരാധനാപാത്രമാണ്. അപ്പോൾ അവരുടെ ഒരു ശരീരപ്രകൃതവും അങ്ങനെ ആയിരിക്കും, കുറച്ച് തടിച്ച് ഒക്കെ വളരെ രസമാണ് കാണാൻ. അപ്പോൾ വലിയ ഇങ്ങനെ വീതിയുള്ള ഒരു തരം കൊട്ടയുണ്ട്. ഈ മുള ഉപയോഗിച്ച് മെടഞ്ഞെടുത്ത വലിയ വീതിയുള്ള ഒരു കൊട്ടയുണ്ട്. അത് തലയിൽ വെച്ചിട്ട് ഇതിൽ നിറച്ചും കുപ്പിവളകളായിരിക്കും. കുപ്പിവളകൾ കിട്ടുന്നത് ഈ പൂരത്തിന് മാത്രമാണ് കുട്ടികൾക്ക്. അത് ഇഷ്ടമുള്ള കളറുകളിൽ നിറച്ചുണ്ടാകും. അപ്പോൾ 2 കയ്യിൽ നിറച്ച് വളകൾ ഇട്ട് തരും. അതുപോലെ മാലയായാലും കമ്മലായാലും അന്ന് രാവിലെ നല്ല ഭംഗിയായിട്ട് പെൺകുട്ടികളെ അണിയിച്ച് ഒരുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരുക്കങ്ങളൊക്കെ ഈ പൂരോത്സവത്തിന് മാത്രമാണ് അന്ന് കിട്ടിയിരുന്നത്, ഇന്നത്തെ പോലെയല്ല. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല. സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ലഭിക്കും. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകൾ അടങ്ങിയ ജാതകം, നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക.